ഹലോ നമസ്കാരം. ഞാനീ പറയാൻ പോകുന്ന വിഷയം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ രക്ഷിതാക്കളും എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ ആക്രമണം അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം, അങ്ങനെയുള്ള പല ന്യൂസുകളും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളെ മക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വരുന്ന വഴികൾ അവർ സുരക്ഷിതരാണെന്നുള്ള ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കളായ നമുക്ക് തന്നെയാണ്. കാരണം എല്ലാ മക്കളും സ്കൂൾ ബസ്സിൽ വിടണം എന്നല്ല പറയുന്നത്. കഴിയുന്നതും നമ്മളെ മക്കളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തന്നെ വേണം. കാരണം നമ്മളെ മക്കൾക്ക് ഇങ്ങനെ വരുന്ന അപകടം എന്ന് പറയുന്നത് ഒറ്റപ്പെടുന്ന ആൾപെരുമാറ്റമില്ലാത്ത അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ആണ് ഇങ്ങനത്തെ ആക്രമണം ഉണ്ടാകുന്നത്. അതുപോലെ തിരുവനാക്കട ആക്രമണം ആയിക്കോട്ടെ, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം, അങ്ങനെയൊക്കെ ഉള്ളത് ഒറ്റപ്പെടുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് അടുത്തായിരിക്കും സ്കൂൾ. അപ്പം നമ്മളെ കഴിയുന്ന നമ്മുടെ രക്ഷിതാക്കൾ അവരെ സമയമാകുമ്പോൾ അവരെ കൂട്ടി കൊണ്ടുപോകാം ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലും പറയാണ്, ഏത് സമയത്താണ് അപകടം എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സമയത്ത് വരെ തിരുനായ്ക്കളും ഒക്കെ കടിച്ച് കീറാൻ വരുന്ന ഇതൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, ഈ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് അവരെ സുരക്ഷ നമ്മുടെ കയ്യിൽ, രക്ഷിതാക്കളായി നമ്മളെ കയ്യിൽ അത് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അപരിചിതരായ ആളുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ തരുന്ന വസ്തുക്കൾ കഴിക്കാനോ ഒന്നും പാടൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. എന്നാൽ നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി കൊടുക്കുക. നമ്മളെ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെക്കുറിച്ച് അവർക്ക് നമ്മളൊരു ബോധവൽക്കരണം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർക്കും കുറച്ച് ബോധം അല്ലെങ്കിൽ അവർക്കും കുറച്ച് അവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.